ഗുഡ് മോർണിംഗ് ആൾ. അപ്പം ഇന്ന് നമ്മൾ ലിനക്സിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ സാധാരണ ലിനക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഷെല്ലെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഷെൽ എന്താണെന്നും ഷെല്ലിൻ്റെ ടൈപ്സും നമുക്കിന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്ന മെയിൻ ടോപ്പിക്സ് എന്ന് വെച്ചാൽ എന്താണ് ഒരു ഷെല്ല് അല്ലെങ്കിൽ നമുക്ക് അതിനെ എസ് എച്ച് ഷോർട്ടൻ്റായിട്ട് SH വെച്ചിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. എന്താണ് ഒരു ഷെല്ല്, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ടൈപ്സ് ഉണ്ട്. ഒരുപാട് ടൈപ്സ് ഓഫ് ഷെൽസ് ഉണ്ട്. അതിൽ നമ്മൾ പഠിക്കുന്ന ഷെല്ലെന്ന് പറയുന്നത് ബാഷ് എന്ന് പറയുന്ന ഒരു ഷെല്ല്, സി ഷെൽ ഉണ്ട്, പിന്നെ ഫിഷ് എന്ന് പറയുന്നൊരു ഷെല്ലുണ്ട്, സെഡ് എന്ന് പറയുന്നൊരു ഷെല്ലുണ്ട്, പിന്നെ കെ എന്ന് പറയുന്നൊരു ഷെല്ലുണ്ട്. അപ്പോൾ ഈ SH എന്ന് പറയുന്നത് റെപ്രസെൻ്റ് ചെയ്യുന്നത് സിംപ്ലി ഒരു ഷെല്ലിനെയാണ്. ഷെൽ ഒരു ലിനക്സ് പ്രോഗ്രാമിങ്ങിൽ ഉണ്ടാകുന്ന ഒരു കമാൻഡ് ഇൻ്റർപ്രറ്ററാണ് ആക്ച്വലി ഷെൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്ന് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ ജസ്റ്റ് നമ്മളിന്ന് പറയുന്നത് എന്താണ് ഷെല്ലിൻ്റെ ടൈപ്സും ഷെല്ലിൻ്റെ ഓരോ ടൈപ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പറഞ്ഞു തുടങ്ങാം. എന്താണൊരു ഷെൽ എന്ന് പറയുന്നത്? ഷെല്ലെന്ന് പറയുന്നത് ഒരു കമാൻഡ് ഇൻ്റർപ്രറ്ററാണ്. നമ്മൾ ലിനക്സിൽ യൂസ് ചെയ്യുന്ന ഒരു കമാൻഡ് ഇൻ്റർപ്രറ്ററിനാണ് നമ്മൾ ഷെല്ലെന്ന് പറയുന്നത്. അതുമാത്രമല്ല, നമ്മൾ ഒരു ലിനക്സ് പ്രോഗ്രാമിങ്ങിൽ പ്രോഗ്രാംസൊക്കെ എഴുതുന്ന പ്രോഗ്രാമിംഗ് പ്ലാറ്റ്ഫോമായിട്ടും നമുക്ക് ഷെല്ലിനെ പറയാം. ലൈക്ക് നമ്മളൊരു .NET പ്രോഗ്രാം ആണെങ്കിൽ നിങ്ങൾ വിഷ്വൽ സ്റ്റുഡിയോയിലായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അല്ല ഒരു C or C++ പ്രോഗ്രാമാണ് നിങ്ങൾ ടർബോ C അല്ലെങ്കിൽ ഡേവ് C എന്ന് പറയുന്ന പ്ലാറ്റ്ഫോംസിലായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതുപോലെ നമ്മൾ ലിനക്സിൽ പ്രോഗ്രാംസൊക്കെ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമിന് പറയുന്ന പേരാണ് ഷെൽ. അല്ലെങ്കിൽ ഷോർട്ടനായിട്ട് നമുക്ക് SH എന്ന് പറയാം. SH or shell is a command interpreter in an operating system such as Unix or GNU Linux, and it is a program that executes other programs. അതായത് ഒരു ലിനക്സിലുള്ള പ്രോഗ്രാംസിനൊക്കെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കമാൻഡ് ഇൻ്റർപ്രറ്ററിനെയാണ് എന്ത് പറയുന്നത്? ഷെൽ എന്ന് പറയുന്നത്. ഇനി എന്താ ഒരു കമാൻഡ് ഇൻ്റർപ്രറ്റർ എന്ന് പറയുന്നത്? നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും. കമ്പൈലർ എന്താ, ഇൻ്റർപ്രറ്റർ എന്താ, അതുപോലെ തന്നെ അസംബ്ലർ എന്താന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് ഒരു ഇൻ്റർപ്രറ്റർ എന്ന് പറയുന്നത്, അല്ല ഒരു കമാൻഡ് ഇൻ്റർപ്രറ്റർ എന്ന് പറയുന്നത്? ഇൻ്റർപ്രറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന കോഡ്, അതായത് ഹൈ ലെവൽ ലാംഗ്വേജിൽ നമ്മൾ യൂസേഴ്സ് കൊടുക്കുന്ന കോഡിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് കൺവേർട്ടറാണ് ഇൻ്റർപ്രറ്റർ എന്ന് പറയുന്നത്. അപ്പം ഇതേ കാര്യം തന്നെയാണ് ആരും ചെയ്യുന്നത്, കമ്പൈലറും ചെയ്യുന്നത്. അപ്പോൾ കമ്പൈലറിൻ്റെയും ഒരു ഇൻ്റർപ്രറ്ററിൻ്റെയും ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, കമ്പൈലേഷൻ എന്ന് പറയുന്നത് ഓവറോൾ ആയിരിക്കും ചെയ്യുന്നത്. ഇൻ്റർപ്രറ്റർ ചെയ്യുന്നത് ഇൻ്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഹൈ ലെവൽ ടു ലോ ലെവൽ ലാംഗ്വേജ് കൺവേർട്ട് ചെയ്യുന്നത് ലൈൻ ബൈ ലൈനായിട്ടായിരിക്കും. അപ്പോൾ ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷൻ ഓഫ് എ പ്രോഗ്രാം ചെയ്യുന്ന ലാംഗ്വേജ് കൺവേർട്ടേഴ്സിന് പറയുന്നതാണ് കമാൻഡ് ഇൻ്റർപ്രറ്റർ എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ യുണിക്സ് പ്രോഗ്രാം അല്ലെങ്കിൽ ലിനക്സ് പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു കമാൻഡ് ഇൻ്റർപ്രറ്ററാണ് ഷെൽ എന്ന് പറയുന്നത്. അപ്പം ബേസിക്കലി ഈ ഷെൽ എന്ന് പറയുന്നത് യൂസേഴ്സിന് ഒരു ഇൻപുട്ട്, നമ്മൾ യൂസർ കൊടുക്കുന്ന ഇൻപുട്ട് അനുസരിച്ച് ഒരു ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു കാരണവും കൊണ്ടാണ് കമാൻഡ് ഇൻ്റർപ്രറ്റർ എന്ന് പറയുന്നതെന്ന് താഴെ പറയുന്നുണ്ട്. അതായത് when the shell has a finished execute, അതായത് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം it sends an output to the user on the screen which is the standard output device. അതായത് നമ്മൾ ലിനക്സിൽ പ്രോഗ്രാമൊക്കെ ചെയ്തിട്ട് ലാസ്റ്റ് അതായത് സ്ക്രീനിൽ എന്താ നമ്മുടെ ഡിസ്പ്ലേ സ്ക്രീനിൽ യൂസേഴ്സിന് ഈ ഷെല്ലെന്ന് പറയുന്നത് ഒരു ഔട്ട്പുട്ട് സ്ക്രീനിൽ ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, ഈ ഷെല്ലിനെ കമാൻഡ് ഇൻ്റർപ്രറ്ററാണെന്ന് പറയാൻ കാരണം എന്നും കൂടി ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്ര മാത്രം നോക്കുക, ഷെല്ലെന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. അതുപോലെ തന്നെ എന്താണ്, ഒരു കമാൻഡ് ഇൻ്റർപ്രറ്ററാണ് നമ്മൾ ലിനക്സിൽ യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ലിനക്സിലെ പ്രോഗ്രാംസൊക്കെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആരുപയോഗിക്കുന്നത്, കമാൻഡ് ഇൻ്റർപ്രറ്ററായ ഷെല്ലിനെ യൂസ് ചെയ്യുന്നത്. ഇതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെന്നും കൂടി പറയുന്നുണ്ട്. അതായത് നമ്മൾ സാധാരണ CCPP ഒക്കെ ചെയ്യുന്ന പോലെ ലൂപ്പും കണ്ടീഷൻ കോളും ഫങ്ഷൻസും ഒക്കെ നമുക്ക് യൂസ് ചെയ്തിട്ട് പ്രോഗ്രാം എഴുതാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ആക്ച്വലി ഷെല്ലെന്ന് പറയുന്നത്. നിങ്ങൾ
ലാബിൽ ഇനി നിങ്ങളുടെ ലിനക്സ് പ്രോഗ്രാമിംഗ് അല്ലെ ഷെൽ പ്രോഗ്രാമിംഗ് എന്നാണ് നിങ്ങളുടെ ലാബിൻ്റെ പേര്, ലാബിൻ്റെ ആ ഒരു കോഴ്സിൻ്റെ പേര്. അപ്പോൾ ഷെൽ പ്രോഗ്രാം ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ലാബിൽ കാണാം. അപ്പം ഇതുപോലുള്ള ഷെല്ലുകൾ, അതായത് ഒരു ലിനക്സിൽ യൂസ് ചെയ്യുന്ന ഈ ടൈപ്പ് ഓഫ് ഷെൽസ് എന്ന് പറയുന്നത് മെയിനായിട്ട് 5ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ആ 5 ടൈപ്സും ഞാൻ നേരത്തെ പറഞ്ഞു. കെ ഷെല്ലുണ്ട്, സി ഷെല്ലുണ്ട്, ബാഷ് ഉണ്ട്, ടി ഷെല്ലുണ്ട്, അങ്ങനെ 5 ടൈപ്സ് ഉണ്ട്. ഫിഷ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഓരോന്നും എന്താണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റത്തെയാണ് ബാഷ് ഷെൽ. ബാഷ് ഷെൽ അല്ലെങ്കിൽ ജസ്റ്റ് ബോൺ അഗെയിൻ ഷെൽ എന്ന് വേണമെങ്കിൽ പറയാം. ബാഷ് സ്റ്റാൻഡ്സ് ഫോർ ബോൺ അഗെയിൻ ഷെൽ ആൻഡ് ഇറ്റ് ഈസ് ദ ഡിഫാൾട്ട് ഷെൽ ഓൺ മെനി ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻ ടുഡേ. അതായത് നമ്മൾ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നമ്മൾ ഒരുപാട് ടൈപ്പ് ഓഫ് ഷെൽ കമാൻഡ്സ് ഉണ്ട്, അല്ലെ ഷെൽ കമാൻഡ് ഇൻ്റർപ്രിറ്റേഴ്സ് ഉണ്ട്. അതിലൊന്നാണ് ബാഷ് എന്ന് പറയുന്നത്. ബാഷ് ഷെൽ ഫസ്റ്റത്തെയാണ് ബാഷ് ഷെൽ. ബാഷ് എന്ന് പറയുന്നത് അതിൻ്റെ ഫുൾ ഫോം ബോൺ എഗെയിൻ. ബി ഫോർ ബോൺ, എ മീൻസ് എഗെയിൻ, SH ഞാൻ പറഞ്ഞു ഷെല്ലിൻ്റെ ഷോർട്ടറാണ് SH എന്ന് പറയുന്നത്. അപ്പം ബാഷ് എന്ന് പറയുന്ന ഒരു ബോൺ അഗെയിൻ ഷെല്ലാണ്. ഈ ബോൺ എന്ന് പറയുന്നത് ബാഷ് ഷെല്ല് ക്രിയേറ്റ് ചെയ്ത ആ ഡെവലപ്പറിൻ്റെ പേരാണ് ബോൺ എന്ന് പറയുന്നത്. അയാളുടെ പേരിലാണ് ഈ ഷെല്ല് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി നമ്മൾ സാധാരണ ഈ ഒരു ബോൺ അഗെയിൻ ഷെല്ല് യൂസ് ചെയ്യുന്നത് കമാൻഡ് ലൈൻ എഡിറ്റിങ്ങിനും ജോബ് കൺട്രോളിനും അൺലിമിറ്റഡ് സൈസ് കമാൻഡ് ഹിസ്റ്ററി ഉണ്ട്, ഷെൽ ഫങ്ഷൻസ് ആൻഡ് ഏലിയാസ്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ആർക്ക്, ഈ ബോൺ ഷെൽ എന്ന് പറയുന്നത്. അപ്പോൾ ബോൺ അഗെയിൻ ഷെൽ എന്ന് പറയുന്നത് ബാഷ് ഷെല്ലാണ്. അതിൻ്റെ ഒരു ഡയഗ്രം താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ലാബ് ചെയ്യുന്നതും ബാഷ് ഷെല്ല് വെച്ചിട്ടാണ്. ബാഷ് അല്ലെങ്കിൽ സിംപ്ലി SH ഷെല്ലുകളും ഉണ്ട് നമ്മളെ ലാബിൽ. അപ്പം നോക്കാം, നമ്മളെ ലാബിൽ ഏതാണെന്ന് എനിക്കറിയില്ല ശരിക്കും. അപ്പം ഒന്നുകിൽ ബി ഷെല്ല് വെച്ചിട്ടായിരിക്കും, അതായത് ബാഷ് ഷെല്ല് വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ SH എന്ന് പറയുന്ന ഷെല്ല് യൂസ് ചെയ്തിട്ടാണ്. സിംപ്ലി ഒരു ഷെല്ല് ഉണ്ടാവും ഏതൊരു പ്രോഗ്രാമിംഗ് ലിനക്സിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിലും അപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബാഷ് എന്ന് പറയുന്നത് ബോൺ അഗെയിൻ ഷെല്ലാണ്. അത് ഡിഫാൾട്ട് ഷെല്ലാണ് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത്. മെയിൻലി നമ്മൾ ഈ പ്രോഗ്രാമിംഗ് ആൻഡ് ഇൻട്രാക്റ്റീവ് യൂസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. മെയിൻലി ഇറ്റ് ഇൻക്ലൂഡ്സ് ദ കമാൻഡ് ലൈൻ എഡിറ്റിംഗ്, ജോബ് കൺട്രോൾ, അൺലിമിറ്റഡ് സൈസ് കമാൻഡ് ഹിസ്റ്ററി, ഷെൽ ഫങ്ഷൻസ് ആൻഡ് ഏലിയാസസ്, അൺലിമിറ്റഡ് സൈസ് ഇൻഡെക്സ്ഡ് അറേസ് ഉണ്ട്, ഇൻറ്റിജർ അരിത്തമെറ്റിക് ഉണ്ട്. അങ്ങനെ മെയിൻലി 2 to 64 വരെ ബേസ് ഉള്ള ഇൻറ്റിജർ അരിത്തമെറ്റിക് പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഷെല്ലാണ് ബോൺ അഗെയിൻ ഷെൽ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഷെല്ലാണ് സി ഷെൽ ഓർ CSH എന്ന് പറയുന്നത്. സി ഷെൽ അല്ലെങ്കിൽ TCSH, അതായത് ഓക്കെ. അപ്പോൾ നമ്മളെ ബാഷ് ഷെൽ എന്ന് പറയുന്നത് ആരാ ഡെവലപ്പ് ചെയ്തതെന്ന് പറഞ്ഞു? സ്റ്റീഫൻ ബോൺ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ഡെവലപ്പ് ചെയ്താണ് ബാഷ് ഷെൽ എന്ന് പറയുന്നത്. ഇങ്ങനെ അടുത്തത് നമ്മുടെ CSH അല്ലെങ്കിൽ TCSH എന്ന് പറയുന്ന ഷെല്ലാണ് പഠിക്കുന്നത്. അതായത് സി മീൻസ് നമ്മൾ സാധാരണ സി ലാംഗ്വേജിനെ യൂസ് ചെയ്യുന്നതാണ്. അതായത് ഡെവലപ്പേഴ്സ് ഹാവ് റിട്ടൺ ലാർജ് പാർട്സ് ഓഫ് ദി ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻ ദ C and C++ ലാംഗ്വേജ്. അപ്പോൾ അന്ന് ലിനക്സിൻ്റെ ആ ഒരു ടൈമിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ പ്രോഗ്രാംസ്, അതായത് യുണിക്സും ലിനക്സൊക്കെ കംപ്ലീറ്റ്ലി നമ്മൾ എഴുതിയത് എന്ന് വെച്ചാൽ ഡെവലപ്പ് ചെയ്തത് C ലാംഗ്വേജിൽ C ലാംഗ്വേജും C++ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ C and C++ ലാംഗ്വേജ് പ്രോഗ്രാംസൊക്കെ കമ്പൈൽ ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനൊക്കെ യൂസ് ചെയ്ത ഒരു ടൈപ്പ് ഓഫ് ഷെല്ലാണ് C ഷെൽ എന്ന് പറയുന്നത്. CSH, C ഷെൽ. ഈ C ഷെല്ലിൻ്റെ ഒരു എൻഹാൻസ്ഡ് വേർഷനാണ് TCSH എന്ന് പറയുന്ന ഷെല്ല്. അതിന് വേറെ ഫുൾ ഫോം ഒന്നും നോക്കണ്ട. C ഷെല്ലും TCSH എൻഹാൻസ്ഡ് വേർഷനെ നമ്മൾ TCSH എന്ന് പറയുന്നത്. ടർബോ സീൻ്റെയാണ് TC എന്ന് പറയുന്നത്. അപ്പോൾ C ഷെല്ലും TCSH എന്ന് പറയുന്നത് C++ പ്രോഗ്രാംസിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ, എക്സിക്യൂട്ട് ചെയ്യാനും കമ്പൈൽ ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നു. ഇനി മെയിൻലി ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് എ C ലൈക്ക് സിൻടാക്സ്, ഇറ്റ് ഈസ് എ കമാൻഡ് ലൈൻ എഡിറ്ററാണ്, പ്രോഗ്രാമബിൾ വേർഡ് ആൻഡ് ഫയൽ നെയിം കംപ്ലീഷൻ എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉണ്ട്. ഇതൊക്കെ എന്താണെന്ന് നോക്കണ്ട, ജസ്റ്റ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചാൽ മതി. ഓട്ടോമാറ്റിക് സ്പെല്ലിംഗ് കറക്ഷൻ ഉണ്ട്, ജോബ് കൺട്രോൾ, ഇതൊക്കെയാണ് ഒരു ഷെല്ലിൻ്റെ ആക്ടിവിറ്റീസ് ആയിട്ട് വരുന്നത്.
അപ്പം സീഷെൽ അല്ലെങ്കിൽ TCSH എന്ന് പറയുന്നത് ആ ഒരു ടൈമിൽ C++ ലാംഗ്വേജിൽ യൂസ് ചെയ്തിട്ട് പ്രോഗ്രാമിനെ റൈറ്റ് ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഫീച്ചേഴ്സും കൂടി നോക്കിയാൽ മതി. ഇനി അടുത്തതാണ് KSH അല്ലെങ്കിൽ കോൺ ഷെൽ എന്ന് പറയുന്നത്. അത് ഡേവിഡ് ജി കോൺ എന്ന് പറയുന്ന ഒരു ഡെവലപ്പറാണ് KSH ഷെല്ലിനെ ഉണ്ടാക്കിയിട്ടുള്ളത്, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി KSH ഈസ് കോമ്പാറ്റിബിൾ വിത്ത് SH ആൻഡ് ബാഷ്. അതായത് ബാഷും നമ്മൾ നേരത്തെ പറഞ്ഞ ബാഷും അതുപോലെ സിംപ്ലി SH എന്ന് പറയുന്ന ഷെല്ലും ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ. ഈ രണ്ട് ഷെല്ലിൻ്റെയും കോമ്പാറ്റിബിൾ ആയിട്ടുള്ള ഒരു, അതായത് ഈ രണ്ടിനെയും കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ അത് കുറേ ഫീച്ചേഴ്സൊക്കെ കമ്പൈൻ ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഷെല്ലാണ് KSH എന്ന് പറയുന്ന ഷെല്ല്. ഡേവിഡ് കോണാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് പവർഫുൾ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആൻഡ് ഓൾസോ ആൻ ഇൻട്രാക്റ്റീവ് കമാൻഡ് ലാംഗ്വേജ് ജസ്റ്റ് ലൈക്ക് മെനി അതർ. നമ്മൾ സാധാരണ ലിനക്സ് ഷെല്ല് നേരത്തെ പറഞ്ഞ ഇതുപോലെ അതിനേക്കാളും കൂടുതൽ പവർഫുള്ളും അതുപോലെ തന്നെ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് കോമ്പാറ്റിബിളൊക്കെയുള്ള ഒരു ഇൻട്രാക്റ്റീവ് കമാൻഡ് ലാംഗ്വേജ് ഒരു കമാൻഡ് ഇൻ്റർപ്രിറ്ററാണ് KSH എന്ന് പറയുന്ന കോൺ ഷെൽ. ഇനി അടുത്ത നാലാമത്തെ ഷെല്ലാണ് ZSH ഷെൽ. ZSH എന്ന് പറയുന്നത് ബാഷിൻ്റെയും KSHൻ്റെയും TCSHൻ്റെയും കുറേ ഫീച്ചേഴ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വന്ന ഒരു ഷെല്ലാണ് ZSH ഷെൽ എന്ന് പറയുന്നത്. അപ്പോൾ ZSH ഷെൽ എന്ന് പറയുന്നത് ഇതുവരെ പറഞ്ഞതിനേക്കാളും കുറേ അഡീഷണൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഫയൽ നെയിം ജനറേഷൻ, സ്റ്റാർട്ടപ്പ് ഫയൽസ്, ലോഗിൻ ലോഗൗട്ട്, വാച്ചിങ്, ക്ലോസിങ് കമൻറ്റ്സ്, കൺസെപ്റ്റ് ഇൻഡെക്സ് എക്സെട്ര. അതായത് നമ്മളൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, അതായത് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന തൊട്ട് പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ട് നമ്മളൊരു പ്രോഗ്രാം ചെയ്യുന്നത്, അങ്ങനെ ഓരോ സർവീസസൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഷെൽ പ്രോഗ്രാമിംഗ് ആൻഡ് പ്ലാറ്റ്ഫോമാണ് ZSH എന്ന് പറയുന്ന ഷെല്ല്. ഇനി അടുത്തത് ലാസ്റ്റ് ഷെല്ലാണ് ഫിഷ് എന്ന് പറയുന്നത്. ഫിഷ് ഈസ് സ്റ്റാൻഡ് ഫോർ ഫ്രണ്ട്ലി ഇൻട്രാക്റ്റീവ് ഷെൽ. അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു ടൈപ്പ് ഓഫ് ഷെല്ലാണ് 2005 ഫ്രണ്ട്ലി ഇൻട്രാക്റ്റീവ് ഷെൽ ഓർ ഫിഷ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഇപ്പോൾ കൂടുതലും ഇൻ്റർനെറ്റ് ബേസ്ഡ് ആണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ വെബ് ബേസ്ഡ് കോൺഫിഗറേഷനും ഇൻ്റർനെറ്റ് സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഷെല്ലിനാണ് നമ്മളെന്ത് പറയുന്നത്, ഫിഷ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഷെൽ എന്ന് പറയുന്നത് എന്താ, സിംപ്ലി എ ഷെൽ ഈസ് ആൻഡ് കമാൻഡ് ഇൻ്റർപ്രിറ്റർ ആൻഡ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആർ യൂസ്ഡ് ഇൻ എ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ദിസ് ഷെൽ ആസ് divided into mainly many types of shell are there. Mainly we are studying the shell like SH shell. SH is simply a shell. Next is the bash shell. Then third one C shell. Fourth one K shell or corn shell. Fifth one Z shell, ZSH, and FSH or fish shell, that is friendly interactive shell. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു വർക്കിംഗ് എൻവയറമെൻറ്റ് നോക്കി. അതായത് ഒരു ലിനക്സ് പ്രോഗ്രാമിൽ എങ്ങനെയാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യേണ്ട ഒരു പ്രോഗ്രാമിംഗ് എൻവയറമെൻറ്റ് അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് എത്ര ടൈപ്സ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. ഇനി നമ്മൾ അതിൽ ബേസിക്കായിട്ടൊരു ഷെല്ലാണ് SH എന്ന് പറയുന്നൊരു ഷെല്ല്, SH ഷെല്ല്. ഈ SH ഷെല്ല് യൂസ് ചെയ്തിട്ടാണ് നമ്മളിനി പ്രോഗ്രാമൊക്കെ എഴുതാൻ പോകുന്നത്. അതായത് ഒരു ലിനക്സിൻ്റെ ഷെല്ല് അല്ലെങ്കിൽ ഒരു നമ്മൾ യൂസ് ചെയ്യുന്ന ഉബുണ്ടുവിൻ്റെ ഒരു ഷെൽ പ്രോഗ്രാമിങ്ങിൽ നമ്മൾ എങ്ങനെയാണ് ഒരു യൂസർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, അങ്ങനത്തെ ഒരു ബേസിക് കൺസെപ്റ്റൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് ലിനക്സ്. ഒരു ലിനക്സിൻ്റെ ബേസിക് കൺസെപ്റ്റ്സ് ഒക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് SH എന്ന് പറയുന്നൊരു ഷെല്ല് നമ്മുടെ കയ്യിലുണ്ട്. ഇതാണ് നമ്മുടെ ഒരു ഷെൽ പ്രോംപ്റ്റ്. നിങ്ങൾ കമാൻഡ് പ്രോംപ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടാവില്ലേ, അതുപോലൊരു സാധനമാണ് ഷെൽ പ്രോംപ്റ്റ്. ഷെൽ പ്രോംപ്റ്റ് എന്ന് പറയുന്നത് എന്താ, നമ്മൾ ഷെൽ പ്രോഗ്രാം ചെയ്യുന്ന ഒരു ഏരിയ. ലൈക്ക് നമ്മൾ ടർബോസിയിലോ അല്ലെങ്കിൽ ഒരു വിൻഡോ സ്റ്റുഡിയോയിലൊക്കെ പ്രോഗ്രാം ചെയ്യുന്ന പോലെ ലിനക്സിൻ്റെ പ്രോഗ്രാമൊക്കെ നമ്മൾ SH എന്ന് പറയുന്ന ഒരു കമാൻഡ് പ്രോംപ്റ്റിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾക്കിപ്പോൾ ഒരു യൂസറിനെ ആഡ് ചെയ്യണം. ഹൗ ടു ആഡ് എ യൂസർ.
ഒരു യൂസറിനെ ആഡ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുന്ന കമാൻഡാണ് $user add സ്പേസ് നിങ്ങളുടെ യൂസർ നെയിം. ഓക്കെ, അപ്പോൾ പുതിയൊരു യൂസറിനെ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ലിനക്സ് ഷെൽ പ്രോഗ്രാമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡാണ് യൂസർ ആഡ്, $user add. ഓക്കെ, $user add സ്പേസ് നിങ്ങൾ ഏത് നെയിമാണോ കൊടുക്കുന്നത് അങ്ങനെ ഒരു യൂസറിനെ നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു യൂസറിനെ എന്നിട്ട് എൻ്റർ കീ അടിച്ചാൽ മതി. ഏതിൽ ഷെല്ലിൽ പോവുക, എന്നിട്ട് $user add സ്പേസ് ഒരു യൂസർ നെയിം കൊടുക്കുക. ഫോർ എക്സാമ്പിൾ $user add ഇപ്പോൾ എന്നെയാണ് ആഡ് ചെയ്യണമെങ്കിൽ യൂസർ ആഡ് ഷാഹിന എന്ന് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുക കീബോർഡിൽ. അപ്പോൾ എന്താവും, ഒരു പുതിയൊരു യൂസറിനെ ആഡ് ആവും. അപ്പോൾ തന്നെ അതിൻ്റെ താഴെ എന്തെങ്കിലും നിങ്ങൾക്ക് പാസ്വേഡ് ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ചില സിസ്റ്റത്തിൽ പാസ്വേഡ് ചോദിക്കുമ്പോൾ ജസ്റ്റ് നിങ്ങൾ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ലാബിലാണെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാമായിരുന്നു. ഇതിപ്പോൾ ഇതിങ്ങനെ പറയാനേ പറ്റുള്ളൂ, ലാബ് തുടങ്ങിയിട്ട് നമുക്ക് നോക്കാം. ഒരു പുതിയ യൂസറിനെ ക്രിയേറ്റ് ചെയ്യുന്ന കമാൻഡാണ് യൂസർ ആഡ്. ഇത് നോക്കുക, ജസ്റ്റ് $user add സ്പേസ് യൂസർ നെയിം കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പുതിയ യൂസറിനെ ആഡ് ചെയ്യാം. എന്നിട്ട് ആ യൂസറിനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനി പ്രോഗ്രാമിലേക്ക് നമുക്ക് ലോഗിൻ ചെയ്യാം. ഓക്കെ, ഇനി നമുക്കിപ്പോൾ ഒരു ഇപ്പോൾ കൊടുക്കുന്ന പാസ്വേഡ് നമുക്ക് മാറ്റണമെങ്കിലും അവിടെ പ്രൊവിഷൻ ഉണ്ട്. ചേഞ്ച് പാസ്വേഡ് കൊടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും, പുതിയ പാസ്വേഡൊക്കെ മാറ്റാനൊക്കെ പറ്റും. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ബേസിക്കായിട്ട് പഠിക്കുന്ന കുറച്ച് കമാൻഡുകളുണ്ട്. അതിനു മുന്നേ എന്താ ഒരു ഡയറക്ടറി എന്ന് പറയാം. ഡയറക്ടറി ലിനക്സിൽ ഡയറക്ടറി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൊക്കെ ഒരു ഫോൾഡേഴ്സ് യൂസ് ചെയ്യാറില്ലേ, ഈ ഫോൾഡേഴ്സിന് പറയുന്ന പേരാണ് എൻ്റെ ഡയറക്ടറി എന്ന് പറയുന്നത്. ഡയറക്ടറി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫോൾഡർ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സെറ്റ് ഓഫ് ഫോൾഡേഴ്സ് ആൻഡ് ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സിൻ്റെ കമ്പൈൻഡ് ഫോമിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയറക്ടറി എന്ന് പറയുന്നത്. ഇപ്പോൾ ലിനക്സ് പ്രോഗ്രാമിങ്ങിൽ ബേസിക്കായിട്ടുള്ള ഒരു ഡയറക്ടറിയാണ് റൂട്ട് എന്ന് പറയുന്നത്. റൂട്ടിൻ്റെ കാര്യം ഇതിന് മുന്നേ പറഞ്ഞിരുന്നു. റൂട്ട് ഡയറക്ടറി എന്ന് പറയുന്നത് എപ്പോഴാണ് ക്രിയേറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ, ഒരു ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി റൂട്ട് എന്ന് പറയുന്നൊരു ഡയറക്ടറി എന്തായാലും ഉണ്ടാവും. ആ റൂട്ടിൻ്റെ ഉള്ളിലാണ് നമ്മൾ പിന്നെയുള്ള നമ്മുടെ ഓരോ ഫോൾഡർ അല്ലെങ്കിൽ ഫോൾഡർ എന്ന് പറയുന്നതിനാണ് ഡയറക്ടറീസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഈ ഒരു ഡയറക്ടറീനെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. ക്രിയേറ്റ് ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യാനുള്ള കമാൻഡാണ് mkdir. mkdir എന്ന് പറയുന്നത് മേക്ക് ഡയറക്ടറിയാണ്. മേക്ക് ഡയറക്ടറി ഓർ ക്രിയേറ്റിംഗ് ദ ഡയറക്ടറിൻ്റെ കോഡാണ് mkdir എന്ന് പറയുന്നത്. ഓക്കെ, mkdir സ്പേസ് നിങ്ങളുടെ ഡയറക്ടറി നെയിം. ഇപ്പോൾ ഞാനിപ്പോൾ pkkm എന്ന് പറയുന്ന ഒരു ഫോൾഡറാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യാം, mkdir സ്പേസ് pkkm എന്ന് കൊടുത്താൽ നമുക്ക് എന്ത് വരും, ആ ഒരു പുതിയ ഡയറക്ടറി ക്രിയേറ്റ് ആയി വരും. അപ്പോൾ ഇതൊക്കെ നമ്മൾ എവിടെയാണ് കൊടുക്കുക, ഷെല്ലിൽ. ഞാൻ പറഞ്ഞു എല്ലാം നമ്മൾ ഷെൽ പ്രോഗ്രാമിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഷെല്ല് എന്ന് പറയുന്നത് ഓപ്പൺ ചെയ്യുന്നു, അതിൽ നമ്മൾ ആദ്യം യൂസർ ആഡ് ചെയ്യുക, അതിനുശേഷം mkdir സ്പേസ് pkkm എന്ന് കൊടുത്ത് എൻ്റർ ചെയ്യുമ്പോൾ എന്ത് വരും, ആ ഒരു ഡയറക്ടറി അവിടെ ക്രിയേറ്റ് ആവുന്ന മെസ്സേജ് വരും. നമ്മൾ ഷെൽ പ്രോഗ്രാമിൽ ചെയ്യുമ്പോൾ നമുക്ക് കാണാം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ നമ്മൾ pkk എന്ന് പറയുന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തല്ലോ, ആ ഒരു ഡയറക്ടറിയിലേക്ക് നമുക്ക് ഓപ്പൺ ആയി വരണം, അല്ലെങ്കിൽ ആ ഡയറക്ടറി ആ ലൊക്കേഷനിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ യൂസ് ചെയ്യുന്ന കമാൻഡാണ് cd മീൻസ് ചേഞ്ച് ഡയറക്ടറിയാണ്. cd സ്പേസ് pkkm. അപ്പോൾ cd സ്പേസ് pkkm എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വരും, നമ്മളിപ്പോൾ പുതിയ ഇതായി ക്രിയേറ്റ് ചെയ്ത ഡയറക്ടറിൻ്റെ ഉള്ളിൽ ഇപ്പം നമ്മൾ വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇപ്പോൾ pkk എന്ന് പറയുന്നൊരു ഡയറക്ടറി ഉണ്ട്. അതിൽ കുറേ ലിസ്റ്റ് ഓഫ് ഫയൽസോ അല്ലെ അതിൻ്റെ ഉള്ളിലും വേറെ സബ് ഡയറക്ടറീസ് ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കാം.
അപ്പോൾ ഏതൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ള ലിസ്റ്റ് ഓഫ് ഡയറക്ടറീസ് അറിയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡാണ് LS എന്ന് പറയുന്നത്. ആണ് ഇത് LS ഈസ് യൂസ്ഡ് ടു ലിസ്റ്റ് ഓഫ് ഐറ്റംസിൻ്റെ ഡയറക്ടറിയിലുള്ള ലിസ്റ്റ് ഓഫ് ഫയൽസിനെയും ഫോൾഡേഴ്സിനെയും കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡാണ് LS. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഷെൽ പ്രോഗ്രാമിൽ ഞാനിപ്പോൾ പറയുന്നത് ജസ്റ്റ് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ. പക്ഷെ ഇതാണ് നമ്മുടെ ഷെല്ലെന്ന് വിചാരിക്കാം. അപ്പോൾ ഷെല്ലിൽ നമ്മൾ പ്രോഗ്രാമിങ്ങിന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒന്നറിയണം. അപ്പോൾ നമ്മളിപ്പോൾ എവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത്, കറൻ്റ്ലി നമ്മൾ ഏത് വർക്കിംഗ് ഡയറക്ടറിയിലാണ് എന്ന് അറിയണമെങ്കിൽ, നമ്മുടെ വർക്കിംഗ് ഡയറക്ടറി അറിയണമെങ്കിൽ യൂസ് ചെയ്യുന്ന കീവേഡാണ് PWD. പാസ്വേഡ് അല്ല, PWD എന്ന് വെച്ചാൽ പ്ലേസിങ് ദ വർക്കിംഗ് ഡയറക്ടറി. ഏത് വർക്കിംഗ് ഡയറക്ടറിയിലാണ് നമ്മളുള്ളത് അതിലാണ് ഉണ്ടാവാം. അപ്പം നമ്മൾ ഏത് ഡയറക്ടറിയിലായിരുന്നു? ഹോം അല്ലെങ്കിൽ റൂട്ടിൽ PKKM നമ്മളുള്ളത്. ഇപ്പോൾ PWDന്ന് കൊടുത്തിട്ട് ഒരു എൻട്രി കീ അടിക്കുമ്പോൾ തൊട്ട് ലൈനിൽ നമ്മളിപ്പോൾ ഈ ഒരു ഫോൾഡറിലായിരുന്നല്ലോ നമ്മളുള്ളത്, അതിൻ്റെ ലൊക്കേഷൻ നമുക്ക് കാണിച്ചു തരും. ഇനി ഫയൽസ്, ഇപ്പോൾ ഈ ഫോൾഡേഴ്സിലെ ഡയറക്ടറീസിൻ്റെ ഉള്ളിൽ ഒരുപാട് ഫയൽസ് ഉണ്ടാവുമല്ലോ. ഈ ഫയൽസിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പുതിയ ഫയൽസിൽ നമുക്ക് കോപ്പി ചെയ്യാം, മൂവ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റില്ലേ? അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് കമാൻഡുകൾ നോക്കാം. അതായത് കോപ്പി ചെയ്യുകയാണെങ്കിൽ, ഒരു ഫയൽ നമുക്ക് കോപ്പി ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുന്ന കീവേഡാണ് $CP ഫയൽ .doc പിന്നെ new.doc എന്ന് പറയുന്നത്. ഇതിൽ ഫയൽ .doc എന്ന് പറയുന്നത് നമുക്ക് കോപ്പി ചെയ്യേണ്ട ഫോൾഡറും new.doc എന്ന് പറയുന്നത് ഏതിലേക്കാണോ കോപ്പി ചെയ്യേണ്ടത് അതിനാണ് നമ്മൾ new.doc എന്ന് പറയുന്നത്. ഇപ്പോൾ $CP മീൻസ് കോപ്പീൻ്റെ സിമ്പിളാണ്, അല്ലെ കമാൻഡാണ്. $CP ഫയൽ .doc new.doc എന്ന് പറഞ്ഞാൽ ഈ ഓൾറെഡി ഉള്ള ഒരു ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് പുതിയ ഡോക്യുമെൻറ്റിലേക്ക് കോപ്പി ആവും. ഇനി അടുത്തത് നമുക്ക് മൂവ് ചെയ്യണമെങ്കിൽ, മൂവ് ചെയ്യാന്ന് പറയുന്നത് ഒന്ന് ഒരു ഫോൾഡർ വേറൊരു ഫോൾഡറിലേക്ക് മൂവ് ചെയ്യാം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡാണ് $MV എന്ന് പറയുന്നത്. $MV ABC എന്ന് പറയുന്നൊരു ഫോൾഡർ ഉണ്ട്. ടു CDFിലേക്കാണെങ്കിൽ ABC എന്ന് പറയുന്നത് എങ്ങോട്ട് മൂവ് ആവും? CDF എന്ന് പറയുന്ന ഒരു ഫോൾഡറിലേക്ക് മൂവ് ആവും. ഇനി നമുക്ക് റിമൂവ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമുക്കൊരു ഫയലിനെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ യൂസ് ചെയ്യുന്ന കമാൻഡാണ് $RM. നേരത്തെ നമ്മൾ ABC എന്ന് പറയുന്നൊരു ഫോൾഡർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ $RM ABC എന്ന് കൊടുക്കുകയാണെങ്കിൽ എന്താവും? ആ ഒരു ഫോൾഡർ റിമൂവ് ആയി പോകും. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ജസ്റ്റ് നമ്മൾ ബേസിക്കായിട്ട് യൂസ് ചെയ്യുന്ന ഷെല്ലിൻ്റെ കുറച്ച് കമാൻഡ്സ്, അല്ലെങ്കിൽ ലിനക്സിൻ്റെ കുറച്ച് കമാൻഡ്സ്, അതായത് ഒരു യൂസറിനെ ആഡ് ചെയ്യുന്നത്, അതിൽ പാസ്വേഡ് കൊടുക്കുന്നത്, ഇനി കറണ്ട് ഡയറക്ടറി അറിയാൻ യൂസ് ചെയ്യുന്ന PWD. അപ്പം ഞാൻ ഓരോ കമാൻഡുകൾ എഴുതി തരാം. നമ്മളിന്ന് ഏതൊക്കെ കമാൻഡ്സ് ആണ് പഠിച്ചത്? യൂസർ ആഡ് ചെയ്യാൻ വേണ്ടി യൂസർ ആഡ് എന്ന കമാൻഡ്, പിന്നെ ഒരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് mkdir എന്ന് പറയുന്നത്, പിന്നെ ഡയറക്ടറിയിലേക്ക് മാറണമെങ്കിൽ CD ചേഞ്ച് ഡയറക്ടറി. ഇപ്പോൾ നമ്മൾ ചേഞ്ച് ഡയറക്ടറി എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഡയറക്ടറിയിലേക്ക് പോകണമെങ്കിൽ CD 2 ഡോട്ട് കൊടുത്താലും മതി കേട്ടോ, ചേഞ്ച് ഡയറക്ടറി. പിന്നെ എന്ത് ചെയ്യണം? നമുക്ക് ലിസ്റ്റ് ഓഫ് ഐറ്റം കാണണമെങ്കിൽ LS കൊടുക്കുക. പിന്നെ കറൻറ്റ് വർക്കിംഗ് ഡയറക്ടറി അറിയണമെങ്കിൽ PWD കൊടുക്കുക. പിന്നെ എന്തൊക്കെയാണ് പഠിച്ച? ഒരു ഫയലിന് നമുക്ക് കോപ്പി ആണെങ്കിൽ $CPയും, മൂവ് ചെയ്യണമെങ്കിൽ $MVയും, റിമൂവ് ചെയ്യണമെങ്കിൽ $RM. ഓക്കെ, അങ്ങനെ ഇത്രയും കമാൻഡ്സുകൾ നമ്മളിന്ന് പഠിച്ചു. ഓക്കെ, ഇപ്പം ലിനക്സ് എന്ന് പറയുന്നത് ഓരോന്നും നിങ്ങൾ കുറേ എഴുതുന്നതിലല്ല, ഓരോ കമാൻഡുകൾ ജസ്റ്റ് ഇതൊക്കെ പഠിക്കാൻ സിമ്പിളാണ്. ഇപ്പം ഡയറക്ടറി ക്രിയേറ്റ് ചെയ്തെന്ന് വെച്ചാൽ mkdir മേക്ക് ഡയറക്ടറി, ഒരു യൂസറിനെ ആഡ് ചെയ്യെങ്കിൽ
യൂസർ ആഡ് എന്ന് പറയുന്ന കമാൻഡാണ്. അപ്പം കുറച്ചും കൂടി യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കമാൻഡുകളാണ് എന്തിലുള്ളത്, ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലുള്ളത്. അപ്പോൾ റിമൂവ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഷോർട്ട് റിമൂവ് RM, കോപ്പി ചെയ്യണമെങ്കിൽ കോപ്പീൻ്റെ ഷോർട്ട് CP.